ഹലോ കാറ്റത്ത് കിളിക്കൂട്ടിൻ്റെ വരുന്ന ആഴ്ചയിലെ പ്രൊമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നിധിക്ക് ജോലിയൊക്കെ കിട്ടി തിരികെ വരുന്ന വഴിക്ക് നിധി സുധീഷിനോട് പറയണം നമുക്ക് സുഭാഷ് ഏട്ടനെ കയറി കണ്ടിട്ട് പോകാമെന്ന് പറയുന്നു. അങ്ങനെ സുഭാഷ് ഏട്ടനെ കാണാൻ കയറുന്ന സമയത്ത് അവിടെ അവിനാശിനെ കാണുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹോദരി ആ ഒരു കുട്ടി അവിടെ ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ പഠിച്ചതെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നാട്ടിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കണം എന്നൊക്കെ പറയുകയാണ് അവിനാശ്. അതിനുശേഷം ആ ഒരു ജോലി കിട്ടേണ്ടതായിട്ട് മധുരമൊക്കെ വാങ്ങി അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഇതുപോലെ നിധി പരിചയപ്പെടുത്തുന്നുണ്ട് അനിയനും വൈഫും ആണെന്നൊക്കെ പറയുന്ന സമയത്ത് ആ കുട്ടി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇതുവരെ ഏട്ടൻ വിവാഹം കഴിച്ചില്ല എന്നൊക്കെയുള്ള കുറച്ച് മലയാളമൊക്കെ പഠിച്ചിട്ടുണ്ട്, പഠിച്ചു വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണം. തിരിച്ച് നിധിയും സുധീഷും വീട്ടിലെത്തുകയാണ്. പിന്നീട് നിധി നികേഷിനെയും കൂട്ടി പുറത്ത് പോകുന്നുണ്ട്. പുറത്ത് പോകുന്ന സമയത്ത് എല്ലാവർക്കും തിരികെ വരുന്ന സമയത്ത് കുറേ ഗിഫ്റ്റുകളൊക്കെ വാങ്ങി വരികയാണ്. അപ്പോൾ എന്തിനാ മോൾ ഇത്രയും പൈസ ചിലവഴിക്കുമ്പോൾ എനിക്ക് ജോലി കിട്ടിയതല്ലേ, അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണെന്ന് പറയുന്നു. ഫസ്റ്റ് തന്നെ അച്ഛന് ഒരു മുണ്ടും ഷർട്ടും അത് കൊടുക്കും. അച്ഛന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. കാരണം ഇവിടെ വിഷു, ഓണം അങ്ങനെയുള്ള ആഘോഷങ്ങൾക്ക് മാത്രമാണ് തുണി എടുക്കാറ്. അപ്പോൾ നിധി ഇത് വാങ്ങിക്കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാകുന്നു. പിന്നെ ഹരീഷിന് നികേഷ് പറയുന്നത് നല്ല ബ്രാൻഡഡ് സാധനമാണ്, കമ്പനിയുടെ സാധനമാണ്, 1500 തന്നെ ഈ ടീഷർട്ടിന്. സുഭാഷ് ചേട്ടനാണെങ്കിൽ എനിക്ക് ഈ ക്യാഷ് 3 ഷർട്ട് വാങ്ങിക്കൊടുക്കും എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട് അത് സുഭാഷ് ചേട്ടൻ്റെ കൈ പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ എടാ എന്ന് ചോദിക്കുന്നതാണ്. അങ്ങനെയല്ല, എനിക്ക് ഇതുപോലത്തുള്ള ബ്രാൻഡ് ഷർട്ടൊക്കെ വാങ്ങി തന്നാൽ മതി, ഇനി ഇതൊക്കെ ഇടുന്നതിനൊരു ക്രെഡിറ്റ് എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നു. ഹരീഷിനും നല്ല വില കൂടിയ ഷർട്ടൊക്കെയാണ് വാങ്ങിക്കൊടുക്കുന്നത്. അതുപോലെ തന്നെ സുഭാഷിനും. അപ്പോൾ സുധീഷിന് മാത്രം ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ സുധീഷ് ഭയങ്കര സങ്കടത്തിലായി, വലിയ പ്രതീക്ഷയിൽ ഇങ്ങനെ വാങ്ങാൻ നിൽക്കുമായിരുന്നു. അങ്ങനെ നിധി അങ്ങ് അകത്തോട്ട് കയറി പോകുന്നുണ്ട്. സുധീഷിൻ്റെ മുഖം അങ്ങ് മാടി തിരിച്ച് നിധി ഇങ്ങനെ കയ്യിൽ ബാക്കിൽ പിടിച്ചിട്ടൊരു കവറൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ സുധീഷിനുള്ള ഷർട്ടായിരുന്നു. അപ്പോൾ സുധീഷിന് സന്തോഷമായി. അതിനെ നോക്കിയിട്ട് എനിക്ക് തന്നെയാണോ എന്ന് ചോദിക്കുന്നത്. അത് എനിക്ക് തന്നെയാണ് എന്ന് ചോദിക്കുന്നത്. ആദ്യമേ തന്നെ എനിക്കൊന്നും വാങ്ങിയില്ല എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നിധി പറയുന്നുണ്ട് എനിക്കൊന്നും വാങ്ങിയില്ല, സുധീഷിനൊന്നും വാങ്ങിയില്ല എന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ടാണ് പിന്നെ സർപ്രൈസായിട്ട് എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ തനിക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെ, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണല്ലോ ആര് പറഞ്ഞു, അപ്പോൾ നികേഷ് പറഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ നികേഷ് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ ഇതുപോലെ ഈ ഷർട്ട് കളർ അങ്ങനെയാണ്. അങ്ങനെ സുധീഷിന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ പിറ്റേന്ന് ദിവസം രാവിലെ തന്നെ നിധി ഇങ്ങനെ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് സുഭാഷ് പറഞ്ഞ് നിൽക്കൂ ഒന്ന് പ്രാർത്ഥിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വിളക്കത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നികേഷ് പെട്ടെന്ന് പോയി കുറച്ച് പടക്കമൊക്കെ എടുത്തുകൊണ്ട്, ആ സമയത്ത് അച്ഛൻ പുറത്തേക്ക് പോയിരിക്കുമായിരുന്നു. പിന്നീടാണ് വരുന്നത്. പടക്കം എടുത്ത് ഇങ്ങനെ പൊട്ടിക്കുകയാണ് കേട്ടോ. പൊട്ടിക്കുന്ന സമയത്താണ് ലളിത അച്ഛൻ്റെ പെങ്ങൾ ഇങ്ങോട്ടേക്ക്, സുനിതയുടെ അമ്മ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോഴത്തേക്ക് അവർ പ്രശ്നം ഉണ്ടാക്കി, ഭയങ്കര വഴക്കുണ്ടാക്കി, അവിടെ സംസാരമൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ എൻ്റെ മരുമകൾക്ക് ജോലി കിട്ടി, അതിൻ്റെ ആഘോഷമാണ്, നിനക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തി എന്നൊക്കെ പറഞ്ഞാൽ അച്ഛനും കയറി കേൾക്കുവാണ് കേട്ടോ. അങ്ങനെ ഇച്ചിരി സംസാരമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട് അതൊന്നും വേണ്ടായിരുന്നു നികേഷ്, അതൊക്കെ വേണം ഏട്ടത്തിക്ക് ഫസ്റ്റ് ജോലി കിട്ടിയാൽ. അങ്ങനെയൊക്കെ സന്തോഷകരമായിട്ട് പോകുന്ന രംഗങ്ങളൊക്കെയാണ് നാളത്തെ പ്രൊമോ വിശേഷത്തിൽ നമ്മൾ കാണുന്നത്. അതിനുശേഷം ഇതുപോലെ നിധി പിന്നീടും നമ്മുടെ അടുത്ത ഒരു പ്രൊമോയിൽ അടുത്ത ആഴ്ചയിൽ വരാനിരിക്കുന്ന ആഴ്ചയിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിധി ജോലിക്ക് പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇങ്ങനെ നിധിയുടെ ഇത് അവർ തമ്മിൽ കൈ തട്ടിയിട്ട് നിധിയുടെ കുറച്ച് സാധനങ്ങളൊക്കെ താഴെ പോകുന്നു. അവരെ ശ്രദ്ധിക്കുമ്പോൾ നിധിക്ക് മനസ്സിലാവുന്നുണ്ട് നികേഷ് അന്ന് ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ, ആ ഒരു ഫോട്ടോയിൽ കാണുന്ന സ്ത്രീ തന്നെയായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ നിധി ഇങ്ങനെ തിരിഞ്ഞിരി നോക്കുകയാണ്, അവർ തന്നെ ആണല്ലോ എന്ന് അപ്പം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിധി അത് ആ വിഷയം ചെന്ന് അച്ഛനടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ആ സ്ത്രീയെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു പറയുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് പറയുമ്പോൾ അച്ഛന് ഭയങ്കര ഒരു മുഖത്തെ ഒരു ഭാവവും കാര്യങ്ങളും. പിന്നീട് അച്ഛൻ സത്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ നിധിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അതുപോലെ തന്നെ നികേഷ് പോയി അമ്മയെ കാണുന്ന രംഗങ്ങളൊക്കെ ഇനിയിപ്പോൾ വരാനിരിക്കുന്നുള്ളൂ. അതുപോലെ കിടിലൻ എപ്പിസോഡ് രംഗങ്ങളൊക്കെയാണ് കാറ്റത്തെ കിളിക്കൂട് ഇനിയിപ്പോൾ വരാനിരിക്കുന്നത്. അപ്പോൾ കിളിക്കൂട്ടിലേക്ക് ഇനിയിപ്പോൾ നിധിയുടെ പിന്നാലെ ഓരോരുത്തരായിട്ട് അമ്മയും മരുമക്കളൊക്കെ നിറഞ്ഞ് ഭയങ്കര സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബം ആയി മാറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതുപോലെയുള്ള പുത്തൻ വിശേഷങ്ങൾക്കായിട്ട് പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു കുഞ്ഞു ചാനലാണ്, തുടക്കമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബേഴ്സ് കൂട്ടിത്തരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൊമോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മടിക്കല്ലേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ.